മേഘന ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്നാണ് മേഘന നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. മേഘന, അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര സന്നിധി ഭക്തി സാന്ദ്രമാണ്, അത്രയേറെ ഭക്തി നിർഭരമാണ്. എല്ലാ ഭക്തജനങ്ങളും, അത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങളും അമ്മേ നാരായണ ദേവി നാരായണ എന്നീ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവർ അവരുടെ മനസ്സും ശരീരവും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അല്പസമയം മുന്നെയാണ് ശുദ്ധപുണ്യാഹ ചടങ്ങുകളോടുകൂടി ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. അല്പസമയത്തിനകം തന്നെ, ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. പൊങ്കാല അടുപ്പിൽ, പണ്ടാര അടുപ്പിൽ തീ പടരും. തീ പകരുന്നതോടുകൂടി തന്നെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകരും. ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ആ കാത്തിരിപ്പ് അത് കഴിഞ്ഞ ഒരു മാസക്കാലമായി തലസ്ഥാന നഗരി ഇത്തരത്തിൽ ഈ പൊങ്കാല മഹോത്സവത്തിനും പൊങ്കാല നൈവേദ്യം സമർപ്പിക്കുന്നതിനുമുള്ള ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഇനി അത് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരി ദീപം പകർന്ന് ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ ആദ്യം ദീപം തെളിയിക്കും. ശേഷം ഇതേ ദീപമാണ് സഹമേൽശാന്തി ഈ ക്ഷേത്രകോവിലിന് മുന്നിലെ പണ്ടാര അടുപ്പിലേക്കും പകരുക. അതിനുശേഷമാണ് വായ്ക്കുറവുകളുടെ അടക്കം അകമ്പടിയോടുകൂടി തന്നെ ഭക്തജനലക്ഷങ്ങളുടെ അടുപ്പുകളിലേക്ക് അവരുടെ നൈവേദ്യ സമർപ്പണത്തിനുള്ള സമയം ഒരുങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ നമ്മൾ ഈ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നൈവേദ്യങ്ങൾ അവ ഒരുക്കുന്നതിനുള്ള അവസാനഘട്ട തത്രപ്പാടിലാണ് ഭക്തജനങ്ങളും എന്ന കാര്യത്തിലും സംശയമില്ല. ഇവിടെ ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ അല്പസമയം മുന്നെയാണ് നടന്നത്. അവിടെ VN വാസവൻ മന്ത്രി അടക്കമുള്ള നിരവധി ആളുകൾ, വിവിധ രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ രംഗത്തെ, സാമൂഹിക രംഗത്തെ ആളുകളും ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അതുപോലെ ലക്ഷോപലക്ഷം മേഘന മുരളിയാണ് പണ്ടാര അടുപ്പിന് സമയം നമുക്കൊപ്പം ചേർന്ന്. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. തുടർന്ന് ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും ജ്വലിപ്പിക്കും. ഇതേസമയം ഭക്തർ തയ്യാറാക്കിയ അടുപ്പുകൾ കത്തിക്കാനുള്ള വിളംബരം വരും. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും അതോടെ മുഴങ്ങും. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളിൽ ജ്വലിപ്പിക്കുന്നതോടെ ഈ തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായിട്ട് മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.